ഹലോ, നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ് എടുക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് UN ആണ്. യുണൈറ്റഡ് നേഷൻസ് എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. ഐക്യരാഷ്ട്രസഭ, ഐക്യരാഷ്ട്ര സംഘടന എന്നെല്ലാമാണ് ഇത് അറിയപ്പെടുന്നത്. UN പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ലീഗ് ഓഫ് നേഷൻസ് പഠിക്കേണ്ടതുണ്ട്. യുഎന്നിന്റെ അതേ ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന മറ്റൊരു സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത്. ഇനി യുഎന്നും ലീഗ് ഓഫ് നേഷൻസ് പഠിക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അത് ഹിസ്റ്ററിയാണ്. നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും അല്ലേ? ഫസ്റ്റ് വേൾഡ് വാർ എപ്പോഴാണ് നടക്കുന്നത്? 1914 മുതൽ ഇപ്പോൾ 18 വരെ, 1918 വരെയാണ് ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്നത് അല്ലേ? സെക്കൻഡ് വേൾഡ് വാറോ വൈകാതെ തന്നെ വന്നൂല്ലേ? സെക്കൻഡ് വേൾഡ് വാറും 1939 മുതൽ 45 വരെ ആയിരുന്നു രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത്. ഈ ലോക മഹായുദ്ധങ്ങളൊക്കെ നമുക്ക് തരുന്നത് എന്താ? നെഗറ്റീവ് മാത്രമാണല്ലേ? പോസിറ്റീവായിട്ട് ഒന്നും തന്നെ നമുക്ക് തരുന്നില്ല. യുദ്ധങ്ങൾ എപ്പോഴും നെഗറ്റീവ് ഫീലാണ് എല്ലാവർക്കും നൽകുന്നത്. അതെ, നമ്മള് രണ്ട് ലോക യുദ്ധങ്ങളും തന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം തന്നെയായിരുന്നു വേൾഡിന് തന്നത്. എന്തൊക്കെയാണ്? അന്താരാഷ്ട്ര തലത്തിൽ സമാധാനമില്ലാതായി, സുരക്ഷിതത്വം ഇല്ലാതായി, രാജ്യങ്ങൾ തമ്മിൽ ഒരു സഹകരണവും ഇല്ലാതെ എല്ലാവരും എനിമീസ് ആയിട്ട് നിലനിന്നു. ഈ ഒരു സാഹചര്യത്തില് എല്ലാം പഴയതുപടി ആക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു പഴയ രീതിയിൽ എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സഹകരണം വേണം പരസ്പരം നേഷൻസ് തമ്മിലല്ലേ? അതുപോലെ തന്നെ എല്ലാവർക്കും സംരക്ഷണം വേണം, സുരക്ഷിതത്വം വേണം, അവിടെ സമാധാനവും വീണ്ടെടുക്കേണ്ടതുണ്ട്. ഇതിനു വേണ്ടി വന്ന ഒരു സംഘടനയാണ്, ഫസ്റ്റ് വന്ന സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ് എന്നുള്ളത്. അപ്പോൾ ലീഗ് ഓഫ് നേഷൻസ് എന്താണെന്ന് നോക്കിയതിനു ശേഷം നമുക്ക് എന്താണ് യുണൈറ്റഡ് നേഷൻസ് എന്നുള്ളതിലേക്ക് കടക്കാം. ഫസ്റ്റ് ലീഗ് ഓഫ് നേഷൻസ്. ലീഗ് ഓഫ് നേഷൻസ് ഞാൻ പറഞ്ഞു, ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത് 1914 മുതൽ 1918 വരെയുള്ള ഒരു കാലയളവിലാണ്. യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്താണ് ഉണ്ടായത്? സമാധാനമില്ല, സുരക്ഷിതത്വമില്ല, നേഷൻസ് എന്നത് ശത്രുക്കളായി നിലനിൽക്കുന്നു, സഹകരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ എപ്പോഴാണ് ലീഗ് ഓഫ് നേഷൻസ് നിലവിൽ വരുന്നത്? 1920 ജനുവരി 10 എന്ത് ലക്ഷ്യത്തോടു കൂടി? അന്താരാഷ്ട്ര സഹകരണം, നേഷൻസ് തമ്മിൽ സഹകരണം ഉറപ്പുവരുത്തുന്നതിനും ഇനി ഒരു യുദ്ധം വരാതിരിക്കാൻ നോക്കുന്നതിനും വേണ്ടി നിലവിൽ വന്ന സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ്. ഇനി ഒരു ഉടമ്പടിയുടെ ഭാഗം, ഒരു ട്രീറ്റിയുടെ ഭാഗമായാണ് ലീഗ് ഓഫ് നേഷൻസ് നിലവിൽ വരുന്നത്. ഏതായിരുന്നു ആ ട്രീറ്റി? വേഴ്സായിസ് ഉടമ്പടി, വേഴ്സായിസ് ട്രീറ്റിയുടെ ഭാഗമായിട്ടാണ് ലീഗ് ഓഫ് നേഷൻസ് നിലവിൽ വരുന്നത്. എന്നാൽ ലീഗ് ഓഫ് നേഷൻസിന്റെ ആ ഒരു ലക്ഷ്യം, ആ ഒരു പർപ്പസ് അല്ലെങ്കിൽ ആ ഒരു എയിം അതിന് ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം എന്താണ്? പരസ്പര നേഷൻസ് തമ്മിൽ ഒരു സഹകരണം നിലനിർത്താൻ വേണ്ടി, പിന്നെ ഒരു യുദ്ധം വരാതിരിക്കാൻ വേണ്ടിയുമായിരുന്നു ലീഗ് ഓഫ് നേഷൻസ് എന്ന സംഘടന കൊണ്ടുവന്നത്. പക്ഷേ അധികം വൈകാതെ തന്നെ എന്ത് വന്നു? സെക്കൻഡ് വേൾഡ് വാർ ഉടലെടുക്കുകയാണ് ചെയ്തത്. സെക്കൻഡ് വേൾഡ് വാർ വന്നപ്പോൾ മനസ്സിലായി ലീഗ് ഓഫ് നേഷൻസ് പരാജയമായി എന്ന്. അതോടുകൂടി ലീഗ് ഓഫ് നേഷൻസിന്റെ പ്രവർത്തനങ്ങൾ അവിടെ ഇല്ലാതെ ആവുകയാണ്. അങ്ങനെ എപ്പോഴാണ് ലീഗ് ഓഫ് നേഷൻസിന്റെ പ്രവർത്തനങ്ങൾ ഇല്ലാതാകുന്നത്? 1946 ഏപ്രിലോടുകൂടി ലീഗ് ഓഫ് നേഷൻസിന്റെ പ്രവർത്തനങ്ങൾ നിർത്തലാക്കുകയും UN എന്ന കോൺസെപ്റ്റ് ഉടലെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ലീഗ് ഓഫ് നേഷൻസിന്റെ സ്വത്തുക്കൾ, അതിന്റെ സമ്പത്തുക്കളൊക്കെ UN കൈമാറുകയും ഇത് പർപ്പസോട് കൂടിയിട്ട്, ലീഗ് ഓഫ് നേഷൻസിന്റെ പർപ്പസോട് കൂടിയിട്ട് UN നിലവിൽ വരികയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ ലീഗ് ഓഫ് നേഷൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൂടി പഠിച്ചു വെക്കുക. ലീഗ് ഓഫ് നേഷൻസ് ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയിലാണ്, സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ലീഗ് ഓഫ് നേഷൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് UN പോകാം. എങ്ങനെയാണ് UN നിലവിൽ വരുന്നത്, എന്തിനു വേണ്ടിയാണ് UN നിലനിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. നേഷൻസ്, UN അംഗത്വമുള്ള നേഷൻസ് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് നിലനിർത്തിക്കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് UN നിലവിൽ വരുന്നത്. ഇനി എന്നാണ് UN നിലവിൽ വരുന്നത്? 1945 ഒക്ടോബർ 24 UN നിലവിൽ വരുന്നത്. 1945 ഒക്ടോബർ 24. ഈ ഒക്ടോബർ 24 തന്നെയാണ്, 24 UNന്റെ ഈ ഐക്യരാഷ്ട്ര സഭാ ദിനമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒക്ടോബർ 24 സ്പെഷ്യാലിറ്റി എന്താണ്? ഐക്യരാഷ്ട്ര സംഘടനാ ദിനം അല്ലെങ്കിൽ UN ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇനി അറ്റ്ലാന്റിക് ചാർട്ടർ ആണ് UN
തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഏത് സംഘടന തുടങ്ങുമ്പോഴും അതിനൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാവും അല്ലെ. എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് വെക്കുമ്പോഴാണ് ഒരു സംഘടന ഉടലെടുക്കുന്നത് അല്ലെ. ഇവിടെയും നമ്മുടെ യു എൻ ഫൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അതായിരുന്നു അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന് പറയുന്നത്. 1941 ഈ ഒരു അറ്റ്ലാന്റിക് ചാർട്ടർ കൂടുന്നത്. ഈ ഒരു അറ്റ്ലാന്റിക് ചാർട്ടർ, യുഎന്നിന്റെ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ചത്, സൈൻ ചെയ്തത് 2 വ്യക്തിത്വങ്ങളാണ്. ആരൊക്കെയാണ്? വിൻസ്റ്റൺ ചർച്ചിലും ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റുമാണ്. ഈ 2 പേരുമാണ് അറ്റ്ലാന്റിക് ചാർട്ടറിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ചത്. വിൻസ്റ്റൺ ചർച്ചിൽ ഈ ഒരു കാലയളവില് ഇംഗ്ലണ്ടിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറയുന്നത്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽട്ട് USA പ്രസിഡന്റുമായിരുന്നു. USA പ്രസിഡന്റുമായിരുന്നു ഈ ഒരു കാലയളവില്. ഇനി യുഎന്നിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലാണ്. യുഎന്നിന്റെ ആസ്ഥാനം ന്യൂയോർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി യുണൈറ്റഡ് നേഷൻസ് എന്നുള്ള പേരില് ഈ ഒരു സംഘടനയ്ക്ക് ഇത്തരം ഒരു പേര് സജസ്റ്റ് ചെയ്തത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. അപ്പൊ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിന്റെ 3 പോയിന്റ് നമ്മളിപ്പോ പഠിച്ചു അല്ലെ. ഏതൊക്കെയാണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് UN ചാർട്ടറിൽ ഒപ്പുവെച്ച ഒരു വ്യക്തി. ഇനി ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആര് കൂടിയായിരുന്നു ആ ഒരു കാലയളവില്? USA പ്രസിഡന്റ് ആയിരുന്നു. 3ാമത്തെ പോയിന്റ് എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഉള്ള പേര് സജസ്റ്റ് ചെയ്തത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ, യുഎന്നിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന അറിയപ്പെടുന്നത് UN ചാർട്ടർ എന്നാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് UN ചാർട്ടർ ആണ്. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന പഠിച്ചിട്ടുണ്ടാവില്ലേ? ഇന്ത്യയുടെ ഭരണഘടനയെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ നമ്മുടെ യുഎന്നിനും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതാണ് UN ചാർട്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാവുന്നത് യുഎന്നിന്റെ മെമ്പേഴ്സ് ആരൊക്കെയാണ്, എത്ര മെമ്പേഴ്സ് ആണ് യുഎന്നിൽ ഉള്ളത് എന്നുള്ള കാര്യമാണ്. ആദ്യമായിട്ട് UN തുടങ്ങുന്ന സമയത്ത് 50 നേഷൻസ് ആയിരുന്നു UN ചാർട്ടറിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. UN ഫൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒത്തുകൂടുന്നു. അവിടെ 50 നേഷൻസ് ആണ് അന്ന് എത്തിയിട്ടുണ്ടായിരുന്നത്. സാൻ ഫ്രാൻസിസ്കോയില് അന്ന് എത്തിയത് 50 നേഷൻസ്, 50 രാജ്യങ്ങളായിരുന്നു. ഈ 50 രാജ്യങ്ങൾ UN ചാർട്ടറിൽ ഒപ്പുവെച്ചതോടുകൂടി നമ്മുടെ ഈ ഒരു UN ഉടലെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഇന്ത്യയും ഉൾപ്പെടുന്നു. ഇന്ത്യയും ഈ ഒരു സമയത്ത് തന്നെയാണ് UN ചാർട്ടറിൽ സൈൻ ചെയ്തത്, ഒപ്പുവെച്ചത്. ഏതായിരുന്നു വർഷം? 1945 ജൂൺ 26 ജൂൺ 26 സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ചിരുന്ന UN ചാർട്ടറിൽ 50 നേഷൻസ് സൈൻ ചെയ്യുന്നു. ഇന്ത്യയിൽ അതിൽ ഉൾപ്പെടുന്നു. ഇനി പ്രസന്റ് മെമ്പർ എത്രയാ? 193. തുടങ്ങുന്ന സമയത്ത് 50 നേഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 193 പേരുടെ അംഗത്വമാണ്, 193 നേഷൻസിന്റെ അംഗത്വമാണ് നമ്മുടെ UN ഉള്ളത്. ഈ കാര്യം ഓർത്തു വെക്കുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 50 നേഷൻസ് ആയിരുന്നു, ഇന്ന് 193 നേഷൻസ് ഉണ്ട്. ഇന്ത്യയും സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെയാണ് UN ചാർട്ടറിൽ സൈൻ ചെയ്തത്. ഇനി ഒഫീഷ്യൽ ലാംഗ്വേജ്, യുഎന്നിന്റെ ഒഫീഷ്യൽ ഔദ്യോഗികമായ ഭാഷയുണ്ട്. പ്രധാനപ്പെട്ട 2 ഭാഷകളാണുള്ളത്. ഏതൊക്കെയാ? ഇംഗ്ലീഷും ഫ്രഞ്ചും. ഇംഗ്ലീഷ്, ഫ്രഞ്ച് എന്നീ 2 ഔദ്യോഗിക ഭാഷകളാണ് യുഎന്നിന്, ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയ്ക്കുള്ളത്. ഇനി ഫ്ലാഗ് ആണ്, പതാക. യുഎന്നിന്, ഈ ഒരു യുണൈറ്റഡ് നേഷൻസിന് സ്വന്തമായിട്ടൊരു ഫ്ലാഗ് ഉണ്ട്, ഒരു പതാകയുണ്ട്. അതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. ഞാൻ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണക്ട് ചെയ്ത് നോക്കിക്കോളുക. UN ഫ്ലാഗ് കൺസിസ്റ്റ് ഓഫ് UN എംബ്ലം. UN എംബ്ലം ഉൾപ്പെടുന്നു. ഈ റൗണ്ട് ഷേപ്പിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. UN ഫ്ലാഗില് യുഎന്നിന്റെ എംബ്ലം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നീല പ്രതലത്തില് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആണ് യുഎന്നിന്റെ ഫ്ലാഗിനുള്ളത്. ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ എന്തുണ്ട്? UN എംബ്ലം ഉണ്ട്. അതുകൂടാതെ തന്നെ എന്തൊക്കെയുണ്ട്? UN എംബ്ലം കൺസിസ്റ്റ് ഓഫ് എ ഗ്ലോബൽ മാപ്പ്. ഒരു ഗ്ലോബൽ മാപ്പ് ഉണ്ട്, കണ്ടോ? ഇതാണ് ഗ്ലോബൽ മാപ്പ്. ലോക ഭൂപടവും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെന്താണ്? നോർത്ത് പോളിലേക്കായിട്ടുള്ള 2 ഒലീവ് ബ്രാഞ്ചസ്, ഒലീവിന്റെ ചില്ലകളാണ് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമ്മൾ കാണുന്ന ഒലീവിന്റെ ചില്ലകൾ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കാണുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞു വേൾഡ്
മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ വേൾഡ് മാപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സൂചിപ്പിക്കുന്ന എന്താണ്? ലോകത്തിലുള്ള ജനങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വേൾഡ് മാപ്പ് അവരുടെ പതാകയിൽ അവർ ഉൾപ്പെടുത്തിയത്. ഇനി ഒലീവ് ബ്രാഞ്ചസ് ഇല്ലേ, ഒലീവ് ബ്രാഞ്ചസ് എന്തിനു വേണ്ടിയിട്ടാണ് ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ അവിടെ പീസ്, സമാധാനത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അവര് ഒലീവ് ബ്രാഞ്ചസ് ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇത്രയും പഠിച്ചു വെക്കുക UN ഫ്ലാഗിനെ കുറിച്ച്. UN ഫ്ലാഗിൽ എന്തൊക്കെയുണ്ട്? 2 ഒലീവ് ബ്രാഞ്ചസ് ഉണ്ട്, അതുപോലെ തന്നെ UN-ന്റെ എംബ്ലം ഉണ്ട്, അത് പിന്നെ എന്താണത്? ഒരു വേൾഡ് മാപ്പ് കൂടി അടങ്ങിയതാണ് UN-ന്റെ പതാക എന്ന് പറയുന്നത്. അത് എന്ത് പ്രതലത്തിലാണ്? നീല കളേർഡ് ആയിട്ടുള്ള, ബ്ലൂ കളേർഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രിൻസിപ്പൽ ഓർഗൻസ് ഓഫ് UN ആണ്. UN-ന്റെ ഓർഗൻസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ്, ഘടനകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇനി നോക്കാനുള്ളത്. പ്രധാനമായും 6 ഓർഗൻസ് ആണ് UN-നുള്ളത്. 6 പ്രധാനപ്പെട്ട ഓർഗൻസ് ആണ് UN-ൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് UN-ന്റെ. 1 ജനറൽ അസംബ്ലി, 2 സെക്യൂരിറ്റി കൗൺസിൽ ആണ്, 3 സെക്രട്ടേറിയറ്റ് ആണ്, 4 ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ്, 5 എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, 5 ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ആണ്. ഇതില് 6ാമതായി വരുന്ന ട്രസ്റ്റിഷിപ്പ് കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ പിന്നീട് നിർത്തലാക്കുകയാണ് ചെയ്തത്. എന്തിനു വേണ്ടി നിർത്തലാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ പോയിന്റും ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ പറഞ്ഞു തരാം. ഇപ്പോ 6 പോയിന്റ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. ജനറൽ അസംബ്ലി, സെക്യൂരിറ്റി കൗൺസിൽ, സെക്രട്ടേറിയറ്റ്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ആൻഡ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് 1 ജനറൽ അസംബ്ലി. എന്താണ്? പൊതുയോഗം അല്ലെങ്കിൽ പൊതുസഭ. പൊതുയോഗം എന്ന് പറയുന്നത് അല്ലെ, നമ്മൾ പൊതുയോഗങ്ങൾ, ജനറൽ അസംബ്ലീസ് എന്തിനു വേണ്ടിയാണ് കൂടിച്ചേർക്കുന്നത്? പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനും അതുപോലെ തന്നെ ചില മേഖലകളിലേക്കുള്ള ഇലക്ഷൻസ്, വോട്ട് രേഖപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് നമ്മളൊരു ജനറൽ അസംബ്ലി കൂടിച്ചേരുക അല്ലെ. അത്തരത്തില് UN-ന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിനും, പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുന്നതിനും അതുപോലെ തന്നെ ചില വോട്ട് രേഖപ്പെടുത്തുന്നതിനും തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് UN ജനറൽ അസംബ്ലീസ് കൂടുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. The General Assembly is known as the World Parliament. ലോക പാർലമെന്റ്, വേൾഡ് പാർലമെന്റ് എന്ന് കൂടി അറിയപ്പെടുന്നതാണ് ജനറൽ അസംബ്ലി. പാർലമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ കാര്യങ്ങളും തീരുമാനം എടുക്കുന്നത് ഒരു പാർലമെന്റിലാണ് അല്ലെ. അപ്പൊ UN-ന്റെ ഒരു പാർലമെന്റ് ആണ് അറിയപ്പെടുന്നത് ജനറൽ അസംബ്ലി ആണ്. ഹെഡ്ക്വാർട്ടേഴ്സ്, ആസ്ഥാനം ന്യൂയോർക്കിലാണ്. Each nation can send 5 delegates to the General Assembly, but they have the right of only 1 vote. ജനറൽ അസംബ്ലിയിൽ വോട്ടുകൾ രേഖപ്പെടുത്തും അല്ലെ. നമ്മൾ 193 നേഷൻസ് ആണ് UN-ൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞല്ലേ. ഈ 193 നേഷൻസിൽ നിന്നുമായി 5 പേരെയാണ് ജനറൽ അസംബ്ലി പങ്കെടുക്കാൻ വേണ്ടി വിടുക. അപ്പൊ 193 നേഷൻസിൽ നിന്നും 5 പേരെയായിട്ട് ജനറൽ അസംബ്ലിയിലേക്ക് വിടും. പക്ഷേ ഈ 5 പേര് വിടുന്നുണ്ടെങ്കിലും ഒരു നേഷന് ഒരു വോട്ട് മാത്രമാണ് രേഖപ്പെടുത്താൻ കഴിയുക. ഒരു നേഷനിൽ നിന്നും ഒരു വോട്ട് മാത്രമാണ് രേഖപ്പെടുത്താൻ കഴിയുക. അപ്പൊ 5 പേര് ഒരു ഗ്രൂപ്പായി ചേർന്ന് ഒരു വോട്ടാണ് രേഖപ്പെടുത്തുക എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. The General Assembly meets regularly once in a year. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ജനറൽ അസംബ്ലി കൂടുക. സ്വാഭാവികമായിട്ടും അല്ലെ, വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ജനറൽ അസംബ്ലി കൂടുക. ഇനി നമ്മൾ നേരത്തെ ഓർഗൻ പറഞ്ഞു അല്ലെ, ഒരു ഓർഗൻ പറഞ്ഞു ഏതായിരുന്നു? എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. ഈ ഒരു എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിലേക്കുള്ള മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് ഏത് വഴിയാണ്? ജനറൽ അസംബ്ലി വഴിയാണ്. അപ്പോ 6 ഓർഗൻ ഉണ്ട്. 6 ഓർഗനിലെ ഒരു ഓർഗൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിലേക്കുള്ള അംഗത്വങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഏത് വഴിയാണ്? ജനറൽ അസംബ്ലി വഴിയാണ്. ആ കാര്യം ഓർത്തിരിക്കുക. The first person is a member of the General Assembly from India. ഇന്ത്യയുടെ കാര്യം കൂടി UN പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു വെക്കണം അല്ലെ. ഇന്ത്യയിലെ ഒരു അംഗത്വം എങ്ങനെയാണ്, ആരാണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ ഈ ഒരു ജനറൽ അസംബ്ലിയിൽ പങ്കെടുത്ത ആദ്യത്തെ ഇന്ത്യ വംശജ വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ് ആദ്യമായിട്ട് ജനറൽ അസംബ്ലിയിൽ പങ്കെടുത്ത ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തി എന്ന് പറയുന്നത്. ഇനി 6 പ്രധാനപ്പെട്ട കമ്മിറ്റീസ് ആണ് ജനറൽ അസംബ്ലിയിൽ ഉൾപ്പെടുന്നത്. 6 പ്രധാനപ്പെട്ട കമ്മിറ്റീസ് ആണ് ജനറൽ അസംബ്ലിയിൽ ഉൾപ്പെടുന്നത്. ഇനി ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ജനറൽ അസംബ്ലി പോൾ ഹെൻറി സ്പാഗ്മൻ ആണ് ഫസ്റ്റ് പ്രസിഡന്റ്. ഇതിലെ ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. നെക്സ്റ്റ് ഓർഗൻ ഏതാണ്? സെക്യൂരിറ്റി കൗൺസിൽ ആണല്ലേ.
സെക്യൂരിറ്റി കൗൺസിൽ ഞാൻ നേരത്തെ പറഞ്ഞു യുഎന്നിന്റെ പ്രധാന ലക്ഷ്യം എന്താ? അന്താരാഷ്ട്ര തലത്തിൽ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. ഈ ഒരു ലക്ഷ്യം പ്രധാനമായിട്ട് നിർവഹിക്കുന്നത് ഈ ഓർഗൻ വഴിയാണ്. സെക്യൂരിറ്റി കൗൺസിൽ എന്നുള്ള ഓർഗൻ വഴിയാണ്. ദ UN ഓർഗൻ വിച്ച് മെയിൻറ്റെയിൻ പീസ് ആൻഡ് സെക്യൂരിറ്റി. എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? സമാധാനവും സുരക്ഷിതത്വവും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രധാന ദൗത്യം എന്നുള്ളത്. ടോട്ടൽ സ്ട്രെങ്ത്, ഈ ഒരു യുഎന്നിന്റെ ഓർഗൻ ആയിട്ടുള്ള സെക്യൂരിറ്റി കൗൺസിൽ ടോട്ടൽ സ്ട്രെങ്ത് എത്രയാണ്? 15 ആണ്. 15 മെമ്പേഴ്സ് ആണ് ഇതിലുള്ളത്. അതിൽ 5 പെർമനന്റ് മെമ്പേഴ്സും 10 നോൺ പെർമനന്റ് മെമ്പേഴ്സുമാണ്. 5 മെമ്പേഴ്സിനെ ഫുൾ ആയിട്ട് പെർമനന്റ് ആയിട്ട് തന്നെ അവിടെ നിയമിക്കും. അതേസമയം 10 മെമ്പേഴ്സിന് അവിടെ പെർമനന്റ് ആയിരിക്കില്ല. ഒരു 2 വർഷ കാലയളവിലേക്കാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്. 2 വർഷം കഴിയുമ്പോൾ അവർ പോകും, വേറെ മെമ്പർ വരും. അങ്ങനെയാണ് ചെയ്യുന്നത്. The total strength of the Security Council is 15, out of which 5 are permanent members. 5 ആയിരിക്കും permanent members വരുന്നത്. Term of non permanent members 2 വർഷ കാലയളവിലേക്കാണ് ഈ നോൺ പെർമനന്റ് മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. ഇനി 5 permanent members of the Security Council enjoy veto power. സെക്യൂരിറ്റി കൗൺസിലില് ഇനിയിപ്പോ വോട്ട് അവരുടെ തെരഞ്ഞെടുപ്പില് വോട്ട് രേഖപ്പെടുത്തുക ചെയ്യും അല്ലെ? ആ സമയത്ത് ഈ 5 പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, അവർക്ക് വീറ്റോ പവർ ഉണ്ട്. എന്നാൽ നോൺ പെർമനന്റ് മെമ്പേഴ്സിന് വീറ്റോ പവർ ഇല്ല. ഈ 5 പെർമനന്റ് മെമ്പേഴ്സിനാണ് വീറ്റോ പവർ ഉള്ളത്. ഇനി ഏതൊക്കെയാണ് ആ 5 പെർമനന്റ് മെമ്പേഴ്സ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വണ് അമേരിക്ക. അമേരിക്കയ്ക്ക് പെർമനന്റ് മെമ്പർഷിപ്പ് ആണ് ഉള്ളത്. അടുത്തത് ബ്രിട്ടൻ ആണ് വരുന്നത്. ബ്രിട്ടൻ. നെക്സ്റ്റ് ചൈന വരുന്നുണ്ട്. ചൈനയ്ക്കും പെർമനന്റ് മെമ്പർഷിപ്പ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ഫ്രാൻസ് വരുന്നുണ്ട്. ലാസ്റ്റ് വണ് റഷ്യ. ABCFR. ABCFR നോക്കി വെക്കുക. ABCFR ഏതൊക്കെയാണ്? അമേരിക്ക, ബ്രിട്ടൻ, ചൈന, ഫ്രാൻസ്, റഷ്യ. ഈ 5 എണ്ണമാണ് പെർമനന്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓർഗൻ ആണ് എക്കോസോക് എന്ന് ഷോർട്ട്ലി പറയാ. എക്കോസോക് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. മെമ്പേഴ്സ് ഓഫ് എക്കോസോക് 54 ആണ്. 54 മെമ്പേഴ്സ് അടങ്ങുന്നതാണ് എക്കോസോക് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ എന്ന് പറയുന്നത്. These members serve 3-year terms. 3 വർഷ കാലയളവിലേക്കാണ് ഇവിടെ മെമ്പേഴ്സ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. 3 വർഷം കഴിയുമ്പോൾ പിന്നെയും മെമ്പേഴ്സിന്റെ എണ്ണം പുതുക്കും, വേറെ ആൾക്ക് വരും, പിന്തുടർന്ന് വരുന്നതിന് തുടരും, അങ്ങനെയൊക്കെ നിലനിൽക്കുകയാണ് ചെയ്യുക. 3 വർഷ കാലയളവിലേക്കാണ് മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. The functions of the ECOSOC are mainly non-political. ആ പേര് കേട്ടാൽ തന്നെ അറിയാം, നോൺ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഓർഗനിലൂടെ അവർ കൈകാര്യം ചെയ്യുക. എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? എക്കണോമിക്കലും സാമ്പത്തികപരമായിട്ടും സോഷ്യലി സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഓർഗൻ വഴി അവർ കൈകാര്യം ചെയ്യുന്നത്. കാര്യം ഓർത്തിരിക്കുക. നെക്സ്റ്റ് സെക്രട്ടേറിയറ്റ്. സെക്രട്ടേറിയറ്റില് The UN Secretariat located ന്യൂയോർക്കിലാണ് സെക്രട്ടേറിയറ്റ് നിലനിൽക്കുന്നത്. The head of UN Secretariat. യുഎന്നിന്റെ സെക്രട്ടേറിയറ്റിന്റെ ഹെഡ് അറിയപ്പെടുന്ന പേരെന്താണ്? സെക്രട്ടറി ജനറൽ എന്നാണ്. UN സെക്രട്ടേറിയറ്റിന്റെ ഹെഡ് അറിയപ്പെടുന്ന പേര് സെക്രട്ടറി ജനറൽ എന്നാണ്. ഇനി സെക്രട്ടറി ജനറൽ ആക്ട്സ് ആസ് ദ മെയിൻ സ്പോക്സ്മാൻ ഫോർ ദ യുഎന്നിന്റെ എല്ലാ കാര്യങ്ങൾക്കും സംസാരിക്കുന്നത് അവര് മുമ്പിലോട്ട് വന്ന് സംസാരിക്കാൻ കഴിയുന്ന ആർക്കാണ്? ഈ സെക്രട്ടറി ജനറൽക്കാണ്. 9th സെക്രട്ടറി ജനറൽ ഓഫ് സിൻസ് 2017. 2017 മുതൽ യുഎന്നിന്റെ സെക്രട്ടറി ആരാണ്? ആന്റോണിയോ ഗുട്ടേഴ്സ് ആണ്. ആന്റോണിയോ ഗുട്ടേഴ്സ് ആണ് ഇന്നും ഇതിന്റെ സെക്രട്ടേറിയറ്റിന്റെ സെക്രട്ടറി ജനറൽ ആയിട്ട് തുടരുന്നത്. Sutton Place is the official residence of the UN. യുഎന്നിന്റെ ഔദ്യോഗിക വസതി ഏതാണ്? സട്ടൺ പ്ലേസ് ആണ്. യുഎന്നിന്റെ ഔദ്യോഗിക വസതി നിലനിൽക്കുന്നത് സട്ടൺ പ്ലേസിലാണ്. സട്ടൺ പ്ലേസ് ആണ്. The first Indian contested to the UN secretary position. UN secretary position, secretary ആവാനില്ലേ? ഇപ്പൊ ആരാ സെക്രട്ടറി? ആന്റോണിയോ ഗുട്ടേഴ്സ് ആണ്. ഈ ഒരു പൊസിഷൻ നേടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കോൺടെസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ശശി തരൂരാണ്. ശശി തരൂരാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നും ഇതിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന ആള്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ICJ എന്ന് നമ്മൾ ഷോർട്ട് ആയിട്ട് പറയൂ അല്ലേ? The International Court of Justice established by the UN Charter. UN Charter ആണ് ഈ ഒരു കോർട്ട് ഓഫ് ജസ്റ്റിസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. സെറ്റിൽസ് ഇന്റർനാഷണൽ ലീഗൽ പ്രോബ്ലംസ്. അന്താരാഷ്ട്ര തലത്തിൽ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെ, അന്താരാഷ്ട്ര തലത്തിൽ എന്തെങ്കിലും നിയമപ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ICJ നിലനിൽക്കുന്നത്.
15 ജഡ്ജസ് ആണ് ICJ ഉള്ളത്. 15 ജഡ്ജസ് ആണുള്ളത്. 9 വർഷ കാലയളവിലേക്കാണ് ഇവർ ജഡ്ജസ് ആയിട്ട് നിയമിക്കുന്നത്. കഴിയുമ്പോൾ വേറെ ആൾക്കാരെ എടുക്കുകയാണ് ചെയ്യുക. 9 വർഷ കാലയളവിലേക്ക് ഇവരെ ജഡ്ജസ് ആയിട്ട് ICJയിലേക്ക് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ദ ടേം ഓഫ് ഓഫീസ് 9 years ഞാൻ പറഞ്ഞു. ഹെഡ് ക്വാർട്ടേഴ്സ് ഹേഗിലാണ്, നെതർലൻഡിലെ ഹേഗിലാണ്. ഞാനിപ്പോ 6 ഓർഗൻസ് ആണ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഇതിൽ തന്നെ ന്യൂയോർക്കിന് പുറത്ത് ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള ഒരേ ഒരു ഓർഗനാണ് ICJ എന്ന് പറയുന്നത്. ഇവിടെ ഹേഗിൽ, നെതർലൻഡിലെ ഹേഗിലാണ് വരുന്നത്. ഇനി ദ ഓഫീസ് ലാംഗ്വേജ് ഓഫ് ICJ ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച്. ഇംഗ്ലീഷും ഫ്രഞ്ചും ആണ് ഇവിടുത്തെ ഔദ്യോഗിക ഭാഷ. ഓഫീസ് യൂസിന് ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷും ഫ്രഞ്ചും ആണ്. ലാസ്റ്റ് ഓർഗൻ ആണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ supervises the administration of trust territories placed under the trusteeship system. എന്ന് വെച്ചാല് ഈ UN ഏറ്റെടുത്ത് ഭരണം നടത്തുന്ന അല്ലെങ്കിൽ സഹായിച്ചു കൊണ്ടുപോകുന്ന ചില പ്രദേശങ്ങളുണ്ട്. അവർക്ക് സ്വന്തമായ ഭരണക്രമങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്ത ചില പ്രദേശങ്ങളെ UN ഏറ്റെടുത്തിട്ട് നോക്കിക്കൊണ്ടു പോകുന്നുണ്ട്. അങ്ങനെ അവരെ പരിപാലിക്കുകയും അവരുടെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്നതിനാണ് ഈ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ നിലനിൽക്കുന്നത്. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ പ്രൊമോട്ട്സ് ദ വെൽബീയിങ് ഓഫ് ഡിപെൻഡന്റ് ടെറിട്ടറീസ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ UN ആശ്രയിച്ച് നിൽക്കുന്ന പ്രദേശങ്ങളിൽ ടെറിട്ടറീസ് ഉണ്ട്. അവരെ വെൽബീയിങ്, അവരുടെ സൗകര്യങ്ങളും അവരുടെ സുഖവും കാര്യങ്ങളും ഒക്കെ നോക്കി നടത്തുക എന്നുള്ളതാണ് ഈ ഒരു ഓർഗന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോ പക്ഷേ ദ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ സസ്പെൻഡഡ് ഇറ്റ്സ് ആക്ടിവിറ്റീസ് ഇൻ 1994 ഈ ഒരു ട്രസ്റ്റിഷിപ്പ് കൗൺസിലിന്റെ ആക്ടിവിറ്റീസ് സസ്പെൻഡ് ചെയ്തു. എന്താന്ന് വെച്ചാല് പിന്നീട് ഈ 1994 ആയപ്പോഴത്തേക്കും ട്രസ്റ്റിഷിപ്പ് കൗൺസിലിൽ അങ്ങനെ പ്രദേശങ്ങളൊന്നും ഇല്ലാതായി, ട്രസ്റ്റുകളൊന്നും ഇല്ലാതായി. അങ്ങനെ സ്വന്തം ഭരണം ഇല്ലാത്ത പ്രദേശങ്ങൾ ഇല്ലാതായതോടുകൂടി എന്ത് ചെയ്തു? 1994 ആയപ്പോഴത്തേക്കും ട്രസ്റ്റിഷിപ്പ് കൗൺസിലിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിർത്തലാക്കി. ഇത്രയുമാണ് UN-ന്റെ പ്രധാനപ്പെട്ട ഓർഗൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം നോക്കാനുള്ളത്, UN-ന്റെ ചില സ്ഥാപനങ്ങളുണ്ട്. UN-ആയിട്ട് ബന്ധപ്പെട്ട ചില സ്ഥാപനങ്ങൾ, ലൈക്ക് യൂണിവേഴ്സിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതാണ് ഒരു 3 പോയിന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുക ഏതൊക്കെയാണെന്നുള്ളത്. UN റിലേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫസ്റ്റ് UN ലൈബ്രറി ആണ്. ലൈബ്രറി നിങ്ങളുടെ സ്കൂളിലും കോളേജിലും ഒക്കെ ഉണ്ടാവും ലൈബ്രറി. അതുപോലെയല്ല, ഇത് വലിയൊന്നാണ്. UN ലൈബ്രറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂയോർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ടാൽ തന്നെ അറിയില്ലേ, വലിയൊരു ലൈബ്രറിയാണ്. ന്യൂയോർക്കിലാണ് UN ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ഏതാ? UN യൂണിവേഴ്സിറ്റി ആണ്. UN സർവകലാശാല. UN യൂണിവേഴ്സിറ്റി എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ടോക്കിയോയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് UN പീസ് യൂണിവേഴ്സിറ്റി, സമാധാനത്തിന് വേണ്ടിയുള്ള യൂണിവേഴ്സിറ്റി. ചെറിയൊരു പോർഷൻ ആണ് ഫോട്ടോ കിട്ടിയിട്ടുള്ളൂ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോസ്റ്റാറിക്കയിലാണ് UN-ന്റെ പീസ്, സമാധാനത്തിന് വേണ്ടിയുള്ള യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. UN-നെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതോടൊപ്പം തന്നെ നമുക്ക് UN-ന്റെ ഓർഗനൈസേഷൻസ് UNO കൂടി പഠിക്കാനുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു ക്ലാസ്സിലേക്ക് നോക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ ഇത്രയും പഠിച്ചു വെക്കുക. ഓർഗനൈസേഷൻ കാര്യങ്ങളും ഒരൊറ്റ ക്ലാസ് ആയിട്ട് അടുത്തതിലേക്ക് നമുക്ക് കാണാം. ഓക്കെ.